നമസ്കാരം. PM ശ്രീ പദ്ധതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തേച്ചൊട്ടിച്ച് ട്രോളൻ മറുപടിയുമായി മന്ത്രി വി ശിവൻകുട്ടി. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനിറങ്ങിയ PV അൻവറിനും കിട്ടി 8ന്റെ പണി. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. PM ശ്രീ പദ്ധതിയാണല്ലോ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ, അന്തിച്ചർച്ച. ഈ വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാട് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ 100% ശരിയെന്നാണ് എന്റെ പക്ഷം. അതെന്തുകൊണ്ട് എന്നൊന്ന് വിശദീകരിച്ച ശേഷം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലേക്കും അൻവറിലേക്കും പോകാം. എന്താണ് ഈ പദ്ധതി കൊണ്ടുള്ള ഒരു നേട്ടം? ഈ നേട്ടം ആർക്കാണ് ലഭിക്കുക എന്ന് ആദ്യം തന്നെ നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ, ഈ ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ചതിന്റെ നേട്ടം ലഭിക്കുന്നത് 40 ലക്ഷം കുട്ടികൾക്കാണ്. ഈ പൈസ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ പോക്കറ്റിൽ നിന്നോ ഒരു BJP കാരന്റെ പോക്കറ്റിൽ നിന്നോ എടുത്തു തരുന്നതല്ല, അവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഔദാര്യമല്ല. അതുകൊണ്ട് തീർച്ചയായും അതിൽ ഒപ്പിട്ടത് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രവുമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് PM ശ്രീ പദ്ധതി എന്ന് പറയുന്ന ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുമ്പോഴും സംസ്ഥാന സർക്കാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാണ് മാധ്യമങ്ങൾ മനഃപൂർവ്വം തിരസ്കരിക്കുന്നത്. അതായത് ദേശീയ വിദ്യാഭ്യാസ നയം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും നമ്മുടെ സംസ്ഥാനവും പറയുന്നുണ്ട്. അത് പറഞ്ഞ ശേഷം മാത്രമാണ് മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവർ തയ്യാറാവുന്നത് പോലും. അതിൽ തന്നെ മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് സതീശനും ഈ പറയുന്ന മറ്റുള്ള ആളുകളും ഒക്കെ എന്താണ് പറഞ്ഞു നടക്കുന്നത്? അതായത് NEP ഇപ്പൊ നടപ്പിലാക്കും, അത് അംഗീകരിക്കും, അതോടുകൂടി തന്നെ ഇവിടെ പല സ്കൂളുകളും അടച്ചുപൂട്ടും എന്ന കുപ്രചരണങ്ങളല്ലേ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു സ്കൂളും അടച്ചുപൂട്ടുകയില്ല എന്നും സംസ്ഥാനം പറയുന്ന പാഠപുസ്തകങ്ങൾ തന്നെയാകും സ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. അതായത് ഇവിടെ ഈ കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദുത്വ അജണ്ടയും അതുപോലെ തന്നെ അവരുടെ വർഗീയ നിലപാടുകളും ഒന്നും പാഠപുസ്തകത്തിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് പറയുന്നുണ്ട് സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ചെയ്യുക? ആ പറഞ്ഞിട്ടുള്ള നിലപാടുകളെ അങ്ങ് ഇരുട്ടത്ത് നിർത്തിക്കൊണ്ട് കുപ്രചരണങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തമായിട്ടുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് 82 കേന്ദ്ര പദ്ധതികളിൽ 17 PM പദ്ധതികളാണ്. മാത്രവുമല്ല വിദ്യാഭ്യാസ വകുപ്പിലുമുണ്ട് 6 ഈ സാങ്കേതികത്വത്തിന്റെ പേരിൽ അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഈ നഷ്ടം ആർക്കാണ് സംഭവിക്കുക? അത് കുട്ടികൾക്കാണ്. 40 ലക്ഷം കുട്ടികൾക്കാണ് അവർക്ക് ഉള്ള ആനുകൂല്യം ലഭിക്കാതെ പോവുക. ഇതിപ്പോൾ മറ്റൊരു ഇതിന്റെ ഒരു വശം കൂടി നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, PM ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സമഗ്ര ശിക്ഷ കേരളത്തിനുള്ള 1158.13 കോടിയാണ് തടഞ്ഞു വെച്ചത്. ഈ തുകയിൽ നിന്നാണ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ, ഭിന്നശേഷി കുട്ടികൾക്കുള്ള പ്രത്യേക പിന്തുണ, തെറാപ്പി സൗകര്യങ്ങൾ, സഹായ ഉപകരണങ്ങൾ എന്നിവ നൽകുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള സൗജന്യ യൂണിഫോം, പാഠപുസ്തകം, പെൺകുട്ടികൾക്കുള്ള അലവൻസുകൾ, പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, അധ്യാപക പരിശീലനം, പരീക്ഷ നടത്തിപ്പ് തുടങ്ങിയവയും ഇതുവഴിയാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടും ആ ഒപ്പുവെച്ചത് ശരിയാണ് എന്നല്ലേ നമ്മൾ പറയേണ്ടത്? എന്നിട്ടും നമ്മുടെ സംസ്ഥാനം അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ സംഘിച്ചാപ്പ കുത്താൻ ഇറങ്ങുന്നത് ആരൊക്കെയാണ്? സംഘപരിവാറുമായി കൈകോർത്ത് നടക്കുന്ന BJPയുടെ അടുത്ത് പഞ്ചപുച്ഛമടക്കി ഇരിക്കുന്ന കോൺഗ്രസ് ആണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഇവിടെ കേരളത്തിലെ BJP വിമർശിച്ച് രാഹുൽ മാങ്കൂട്ടത്തെയും സതീശനെയും കോൺഗ്രസിനെയും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി ഈ വിഷയത്തിൽ ഏത് രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടം ശിവൻകുട്ടിയെ ആക്രമിക്കാൻ ശ്രമം നടത്തിയതെന്നും ശിവൻകുട്ടി ഏത് രീതിയിലാണ് പ്രതിരോധിച്ചതെന്നും നമുക്കൊന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ Facebook പോസ്റ്റ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. പത്രസമ്മേളനം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അയാൾ ശിവൻകുട്ടിയല്ല, ലക്ഷണമൊത്ത സംഘിക്കുട്ടിയാണ്. നേമത്ത് BJP തോറ്റെന്ന് ആരാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ്. അതിന്റെ മുകളിൽ മറ്റൊരു പോസ്റ്റ് കാണാം. കുട്ടി ആണെന്നുള്ളതല്ല, സംഘികൾ കീ കൊടുക്കുമ്പോൾ ഹാലിളകി ഓടുന്ന പാവക്കുട്ടി ആണെന്നുള്ളതാണ് പ്രശ്നം, ശ്രീ PM എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ശിവൻകുട്ടിയെ ട്രോളിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു ട്രോളിന് മറുട്രോളുമായി എത്തി ശിവൻകുട്ടി കയ്യടി നേടിയിട്ടുണ്ട്. അതെന്താന്ന് കൂടി നമുക്ക് നോക്കാം. ഒരു കൂട്ടത്തിന് എന്റെ പേരിൽ കുട്ടി എന്ന് കേട്ടപ്പോൾ ആണത്രേ ഹാലിളകിയത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് വലിയ ട്രെൻഡിങ് ആണ്. ഓർക്കുന്നില്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നത്? അതായത് ഒരു പെൺകുട്ടിക്ക് വിവാഹ അഭ്യർത്ഥന നൽകിക്കൊണ്ട് അവളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അവസാനം ഗർഭചിത്രം നടത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നടത്തിയ അതിഭീകരമായ ഭീഷണിയുടെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നത് നമ്മളെല്ലാവരും കേട്ട് കാണും. ഇതുവരെ രാഹുൽ മാങ്കൂട്ടം അത് നിഷേധിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയുന്നതിന് മുമ്പ് ഗർഭചിത്രം നടത്തിയ ഗർഭശ്രീമാനെ നീ മിണ്ടരുത് എന്നാണ് അതിനടിയിൽ വരുന്ന പല കമന്റുകളും കാണാൻ സാധിക്കുന്നത്. വടികൊടുത്ത് അടിമേടിച്ചു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയാതെ വയ്യ. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ആ വിഷയത്തിനൊക്കെ ശേഷം പതിയൊന്ന് തലപൊക്കി വരികയായിരുന്നു. പക്ഷെ കയറി ചവിട്ടിയത് മൂർഖൻ പാമ്പിനെ ആയിപ്പോയി. ശിവൻകുട്ടി എടുത്ത് വലിച്ചൊട്ടിച്ചു. പിന്നാലെ സോഷ്യൽ മീഡിയയും ഏറ്റുപിടിച്ചപ്പോൾ
രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രി പറയുന്നത് അടിച്ചേൽപ്പിക്കുകയാണ്. ആ മുഖ്യമന്ത്രിയുടെ മീതെ സമ്മർദ്ദം ചെലുത്തുന്നത് സംഘപരിവാർ ശക്തികളാണ്. ഗതി അധോഗതി ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണെങ്കിൽ ആ വിഷയത്തിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു വിട്ടുകൊണ്ട് ശിവൻകുട്ടി ഒന്നൊന്നര പണി കൊടുത്തെന്ന് പറയാതെ വയ്യ. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സതീശന്റെ കുത്തിത്തിരിപ്പ് കൂടി നമുക്കൊന്ന് കാണാം. ഏകപക്ഷീയമായി മുഖ്യമന്ത്രി പറയുന്നത് അടിച്ചേൽപ്പിക്കുകയാണ്. ആ മുഖ്യമന്ത്രിയുടെ മീതെ സമ്മർദ്ദം ചെലുത്തുന്നത് സംഘപരിവാർ ശക്തികളാണ്. ഇതിലെവിടെയാണ് ഏത് ഭാഗത്താണ് ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുമെന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്നത്? എല്ലാ ഭാഗങ്ങളിലും എല്ലായിടങ്ങളിലും അതിനെ എതിർക്കും എന്ന് തന്നെയാണ് പറയുന്നത്. എന്നിട്ടും സംഘിച്ചാപ്പ് കുത്താൻ വേണ്ടി സതീശനും സംഘവും ഇറങ്ങിയിട്ടുള്ളത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് സംഘികൾക്കും സംഘപരിവാറിനുമൊക്കെ നമ്മുടെ മണ്ണിൽ വർഗീയ വിത്ത് വളർത്താൻ കഴിയാത്തത്, ഒരു രീതിയിലും അവർക്ക് ചലിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളത്. മറിച്ച് കോൺഗ്രസ് ആണ് നമ്മുടെ കേരളം ഭരിച്ചിരുന്നതെങ്കിൽ ഇവിടെ മൊത്തത്തിൽ അറിയാമല്ലോ, കോൺഗ്രസ് ഒക്കെ പണ്ട് ഭരിച്ചിരുന്ന പല സംസ്ഥാനങ്ങളും ഇന്ന് ആരാണ് ഭരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരുമല്ല, അത് BJP ആണ്. അന്നത്തെ കോൺഗ്രസ്സുകാർ ഇന്നത്തെ BJP-കാരാണ്. അപ്പൊ പിന്നെ ഞാൻ അധികമൊന്നും പറയേണ്ട കാര്യമില്ല. KC വേണുഗോപാൽ ഇതിനിടയിൽ ഒരു കാര്യം പറയുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ പഠിച്ച സ്ഥലങ്ങളിലൊക്കെ ഒപ്പുവെച്ചത് BJP-കാരാണെന്ന്. അതിലൊരു തെറ്റുമില്ല, കറക്റ്റ് ആണ്, BJP-കാരാണ്. പക്ഷെ അന്ന് അവർ ഒപ്പുവെക്കുന്ന സമയത്ത് ഈ പറയുന്ന കോൺഗ്രസ്സുകാരായിരുന്നു. പിന്നീട് അവർ BJP-കാരായി. അതുകൊണ്ട് നിങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന് നന്നായി അറിയാം. ഈ വിഷയത്തിൽ ഇനി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ PV അൻവർ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? മുഖ്യമന്ത്രിയുടെ പ്രഷറിലാണ്, മുഖ്യമന്ത്രിയുടെ നിർബന്ധത്താലാണ് ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചത് എന്നാണ് അൻവർ പറയുന്നത്. മതേതരത്വത്തെ പിണറായി വിജയൻ തൂക്കിവിറ്റു എന്നുകൂടി പറയുന്നുണ്ട്. അത് പറയാൻ നിനക്കെന്ത് അർഹത എടോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ഉയർന്നു വരുന്ന PV അൻവറിനെതിരെയുള്ള പ്രതിഷേധം. തീർച്ചയായും അദ്ദേഹം നിർബന്ധിച്ചെങ്കിൽ നല്ല കാര്യമെന്നാണ് ഞാൻ പറയുകയുള്ളൂ. നമ്മുടെ നാടിന് ഗുണമുള്ള, നമ്മുടെ കുട്ടികൾക്ക് ഗുണമുള്ള ഒരു കാര്യത്തിൽ ഒപ്പുവെക്കണമെന്ന് പിണറായി വിജയൻ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ. ഇനി പിണറായി വിരുദ്ധനായിട്ടുള്ള, പിണറായിനോട് 24 മണിക്കൂറും വ്യക്തിവൈരാഗ്യത്തോടെ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി നുണപ്രചരണങ്ങൾ അടച്ചുവിടുന്ന ഈ PV അൻവർ എന്ന് പറയുന്ന സമൂഹ മാധ്യമങ്ങളിലെ വേട്ടാവളിയോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്: നിങ്ങൾക്ക് എന്താണ് നിലപാടുള്ളത്? ഓരോ ആഴ്ചയിലും ഓരോ പാർട്ടിയിൽ ചേക്കേറുന്ന PV അൻവർ അവസാനം പോകാൻ പോകുന്നത് BJP-യിലേക്കാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവാണ്, മിൻഹാജാണ് എന്ന കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മതേതരത്വത്തെ തൂക്കിവിറ്റു എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണ് മിസ്റ്റർ PV അൻവർ ഉള്ളത്? കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള പല പ്രസംഗങ്ങളും പല പ്രചാരണ പരിപാടികളും എടുത്തു നോക്കിയാൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് വർഗീയതയാണ്. വർഗീയത വാരി വിതറിക്കൊണ്ട് BJP പറ്റുന്ന അതേ രീതിയിൽ രാഷ്ട്രീയം പറ്റുന്ന PV അൻവറെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പ്രഹസനമായി മാറരുത് എന്നാണ് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് PV അൻവറെ നിങ്ങൾ LDF ചവിട്ടിപ്പുറത്താക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്? നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള പല പ്രതികരണങ്ങളും LDF-ന് അംഗീകരിക്കാൻ കഴിയില്ലാത്തത് കൊണ്ടായിരുന്നു. അതായത് കസ്റ്റംസ് സ്വർണം പിടിച്ചില്ല, കേരള പോലീസ് സ്വർണം പിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് പോലീസ് സ്വർണം പിടിച്ചു എന്ന് പറയുമ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തെ സപ്പോർട്ട് ചെയ്യുകയല്ലേ PV അൻവർ? അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ ഞങ്ങൾക്ക് പിടിക്കാൻ വയ്യ, അത് ഏത് വലിയ വേട്ടാവളിയാണെങ്കിലും ചവിട്ടി പുറത്താക്കുമെന്ന് ഒരു സർക്കാരും ഒരു പാർട്ടിയും തീരുമാനമെടുക്കുന്നു. അതൊരു നല്ല തീരുമാനമായെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഇനി ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള കാര്യം PM ശ്രീയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും ഇത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാക്കുന്ന മാധ്യമങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. എന്നാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള നിലപാട് ഒന്ന് നമ്മൾ കാണേണ്ടതാണ്, കേൾക്കേണ്ടതാണ്. കാശ് നഷ്ടപ്പെടാതിരിക്കുകയും LDF-ന്റെ ഒരു വിദ്യാഭ്യാസ നയമുണ്ട്. അത് പിന്നെ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം തുറന്നു വന്ന ഒരു വിദ്യാഭ്യാസ നയമുണ്ട്. അത് ഓരോ കാലഘട്ടത്തിലും മാറിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഞങ്ങൾ അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല.